ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. ഹെൽത്തിയാണ്, എന്നാൽ വയറ് ഫില്ലാവുകയും ചെയ്യും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, അതുപോലെ പച്ചമുളക്, ചെറിയ ഉള്ളി, അതുപോലെ ബീൻസ്, കുറച്ച് നമ്മുടെ മുരിങ്ങയില, ഓട്സാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. മൾട്ടിഗ്രെയിൻ ഓട്സാണ്. ഇനി എടുത്തിരിക്കുന്നത് കാഷ്യൂ പൗഡറാണ് കേട്ടോ. ഇത് ഫ്രഷായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ്. കാഷ്യൂ പൊടിച്ചെടുത്താലും മതിയാവും. കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ ചൂടാക്കുമ്പോൾ ഒരു സ്പൂൺ അളവിൽ ഓയിൽ ചൂടാക്കി ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ലീവ്സ് മാത്രം ഇപ്പോൾ ഇടണ്ട, അതായത് മുരിങ്ങയിലയും നമ്മുടെ മല്ലിയിലയും പിന്നീട് ഇട്ടാൽ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സൂപ്പിൽ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് അങ്ങ് വേവൊന്നും വേണ്ട, ഒന്ന് കടിക്കാൻ കിട്ടണം, എന്നാലേ ആ സൂപ്പിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ആ അര ഗ്ലാസ് മൾട്ടിഗ്രെയിൻ ഓട്സും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനി ഒരു സ്പൂൺ അളവിൽ കാഷ്യൂ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ആ കാഷ്യൂ പൗഡറും കൂടെ നന്നായിട്ടൊന്ന് ഇതിലെല്ലാം പിടിച്ചു വരണം. ഓട്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫൈബർ റിച്ച് ആണ്. അതുപോലെ കാഷ്യൂവിൻ്റേതാവുമ്പോൾ പ്രോട്ടീൻ റിച്ചുമാണ്. ഒരു 400 ml വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, അത് 2 ഗ്ലാസ്, വലിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. അടപ്പെടുക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊന്നും ഒരു ഹാഫ് കുക്ക്ഡിന് മേളിൽ മതി കേട്ടോ, അല്ലാതെ ഓട്സൊക്കെ പെട്ടെന്ന് വേവുമല്ലോ. ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും മുരിങ്ങയിലയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.